മയക്കുമരുന്ന് രാജാവ് എൽ മെൻചോ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മെക്സിക്കോയിലെ ജെറിസ്കോയിൽ കലാപകാരികൾ ബസ്സിന് തീയിട്ടു. ലോകകപ്പ് ഫുട്ബോളിലേക്ക് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപൂർവമായ ഒരു പ്രതിസന്ധിയിലാണ് ഫിഫ. അമേരിക്ക, കാനഡ എന്നിവർക്കൊപ്പം സഹാതിഥേയരായ മെക്സിക്കോയിൽ തലപൊക്കിയ മയക്കുമരുന്ന് കലാപമാണ് ഈയൊരു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. കുപ്രസിദ്ധ മെക്സിക്കൻ മയക്കുമരുന്ന് രാജാവ് നെമസിയോ എൽ മെൻചോ ഒസെഗുവേര കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം ലോകകപ്പ് സംഘാടനത്തിനും ഭീഷണിയാവുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മെക്സിക്കൻ സൈന്യത്തിന്റെ റെയ്ഡിനിടയിലെ ഏറ്റുമുട്ടലിലായിരുന്നു അമേരിക്ക $15 ദശലക്ഷം തലയ്ക്ക് വിലയിട്ട എൽ മെൻചോ കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പം 6 മയക്കുമരുന്ന് കാർട്ടൽ അംഗങ്ങളും കൊല്ലപ്പെട്ടതോടെ സ്ഥിതിഗതികൾ പിടിവിട്ടു. സൈന്യവും സർക്കാരിന് സമാന്തരമായി വലിയ ശക്തിയായ മയക്കുമരുന്ന് സംഘവും തെരുവ് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. ലോകകപ്പ് നഗരികളിലൊന്നായ ഗ്വാഡലാറയിൽ നിന്ന് 2 മണിക്കൂർ മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന ജെലിക്കോ, തബൽപ എന്നിവിടങ്ങളിൽ തുടങ്ങിയ സംഘർഷമാണ് സൈന്യവും മാഫിയയും തമ്മിൽ ഏറ്റുമുട്ടലിന് വഴിവെച്ചത്. ഇവിടെ നടന്ന റെയ്ഡിനിടയിൽ എൽ മെൻചോ കൊല്ലപ്പെട്ടതോടെ സംഘർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി പടർന്നു. വാഹനങ്ങളും സർക്കാർ ഓഫീസുകളും വ്യാപാര കേന്ദ്രങ്ങളും അഗ്നിക്കിരയായി. സംഘർഷ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച രാജ്യത്തെ പ്രധാനപ്പെട്ട 4 മത്സരങ്ങൾ മാറ്റിവെച്ചു. വിവിധ ഡിവിഷൻ ഫുട്ബോൾ മത്സരങ്ങളും റദ്ദാക്കി. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന മെക്സിക്കോ ദേശീയ ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരവും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഇതോടെയാണ് ജൂൺ, ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ലോകകപ്പും സുരക്ഷാ ഭീഷണിയിലാവുന്നത്. മയക്കുമരുന്ന് മാഫിയകളുടെ കൊലവിളികൾ കൊണ്ട് കുപ്രസിദ്ധമായ മെക്സിക്കോയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകിത്തുടങ്ങുമ്പോൾ മാച്ച് ടിക്കറ്റുമായി കാത്തിരിക്കുന്ന ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകരും ആശങ്കയിലാണ്. ലോകകപ്പിന്റെ 3ാം ആതിഥേയ രാജ്യമായ മെക്സിക്കോയിൽ 3 നഗരങ്ങളിലായി 13 മത്സരങ്ങളാണ് ഉള്ളത്. ആതിഥേയരായ മെക്സിക്കോയ്ക്ക് പുറമെ ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ, ഉസ്ബെക്ക്, കൊളംബിയ, ഉറുഗ്വായ്, സ്പെയിൻ, ജപ്പാൻ, തുനീഷ്യ ടീമുകളുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ, 3 നോക്കൌട്ട് മത്സരങ്ങൾ എന്നിവയുടെ വേദിയാണ് മെക്സിക്കോ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.